കോൺഗ്രസ് പ്രകടന പത്രികയിൽ പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണം എന്നിവയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ഇതിൽ എന്താണ് നിലപാടെന്ന് ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിയും നിലവിലെ MP-യുമായ ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കണമെന്നും LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പ്രകടന പത്രികയിലെ 10ാം ഭാഗത്ത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള വിശദീകരണത്തിലെ 1, 5, 7, 10 ഖണ്ഡികകളിലായി കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതര പരാമർശങ്ങൾ ഉണ്ട് എന്നും ഈ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് നയം വ്യക്തമാക്കണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ജനങ്ങളെ കാണാത്ത മൃഗങ്ങളെയും വനത്തെയും മാത്രം കാണുന്ന ഒരു പ്രകടന പത്രികയുമായിട്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമ്മുടെ ശ്രീ ഡീൻ കുര്യാക്കോസ് ഈ പ്രകടന പത്രികയിൽ പറയുന്ന പരാമർശങ്ങൾ ഇതിപ്പോൾ നമ്മളുണ്ടാക്കിയതല്ലോ, ഇതിന്റെ കോപ്പി ഇവിടെ ഉണ്ട്. അദ്ദേഹം മറുപടി പറയേണ്ട കാര്യമാണ്. ഒരു അഖിലേന്ത്യാ പാർട്ടിക്ക് ഇടുക്കിയെ മാത്രം പരിഗണിച്ച് ഒരു പ്രകടന പത്രിക ഇറക്കാൻ സാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മറുപടി ഇങ്ങനെ: ഈ വിഷയം സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്? കസ്തൂരി രംഗൻ ഗാർഗി റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു. കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. വളരെ ശക്തമായി നേരിടേണ്ടി വന്നു. ആ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന ജില്ല ഏതാ? അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് കസ്തൂരി രംഗൻ ഗാർഗി റിപ്പോർട്ട് കരാർ വെച്ചത്. അതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന ജില്ല ഏതാ? ഇടുക്കി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ഗാഡ്ഗിൽ കമ്മിറ്റി കൊണ്ടുവരുമെന്നാണ് പ്രകടന പത്രിക പറഞ്ഞു വെക്കുന്നതെന്നും വന്യജീവികൾക്ക് മനുഷ്യനൊപ്പം തുല്യ പരിഗണന നൽകുമെന്ന കോൺഗ്രസ് വാദം വന്യജീവി ആക്രമണം നേരിടുന്ന മനുഷ്യരോടുള്ള വെല്ലുവിളിയാണെന്നും അന്താരാഷ്ട്ര ഫണ്ടിനു വേണ്ടി കോൺഗ്രസ് നടത്തിയ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ തന്ത്രങ്ങൾ മെനയുന്നതെന്നും ഈ നയം തുടരുന്നതുകൊണ്ടാണ് വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിനകത്ത് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ UDF MP-മാർ തയ്യാറാകാത്തതെന്നും LDF നേതാക്കൾ പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.